ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോയിൽ വന്നിട്ട് വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊരു അത് കണ്ടു. എന്താ, ബേഡടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടീനെ കൊന്നത്. അതെന്താണെന്ന് വെച്ചാൽ പലചരക്ക് കട നടത്തുന്ന പെൺകുട്ടിയാണത്. അതിന് അടുത്ത കടയിലുള്ള ആളാ തോന്നുന്നു. അയാൾ മദ്യപിച്ചെത്തിയിട്ട് ശല്യം ചെയ്തു. അതിനെ ആ കുട്ടി ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയതിന് ആ കുട്ടി എന്തോ പറഞ്ഞു. അപ്പോൾ അതിനാണ് ആ കുട്ടീനെ ഷോപ്പിലിട്ടിട്ട് തിന്നറൊഴിച്ച് തീ കൊളുത്തിന്ന്. അപ്പോൾ എന്താ മനുഷ്യനെന്ന മൃഗം എന്തൊക്കെയോ കാട്ടിക്കൂട്ടണേ. മനുഷ്യൻ ശരിക്കും മൃഗമാവുകയാണ്. മനുഷ്യനൊന്നല്ല, ഇപ്പോൾ മനുഷ്യൻ ശരിക്കും മൃഗമായി കൊണ്ടിരിക്കുക. ഇങ്ങനെ സമൂഹത്തിനെ ഇങ്ങനെ ഓരോരോ ചീത്തകൾ വരുത്തി തീർക്കണ മനുഷ്യൻ തന്നെയല്ലേ. എന്തപ്പോൾ ഇങ്ങനെ, ഇതിനൊക്കെ എന്താ പറയുക? നമുക്ക് പുറത്തിറങ്ങണം, നമ്മളുടെ മക്കൾക്ക് പുറത്തിറങ്ങണം, എല്ലാവർക്കും പുറത്തിറങ്ങേണ്ടതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ജനങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ എവിടെ എത്തിയ കാര്യങ്ങളതൊക്കെ. അതേമാതിരി ഇപ്പം നാളൊരു ആൺകുട്ടീനെ ചാമ്പയ്ക്ക കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ വിളിച്ചു കൊണ്ടുപോയിട്ട് ലൈംഗികമായി ചൂഷണം ചെയ്ത് അതിനെ ചേറിൽ ചവിട്ടിത്താത്തുക, വെള്ളത്തിൽ ചവിട്ടിത്താത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊന്നും മനുഷ്യന്മാരല്ലേ എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും മനുഷ്യജന്മല്ലേ. ഇങ്ങനെ ജനങ്ങൾ എവിടേക്കാണ് ഈ മൃഗം പോകുന്നത്? മനുഷ്യൻ എന്ന മൃഗം എവിടേക്കാണ് പോണേന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ എന്ത് ധൈര്യമല്ലേ ഇപ്പോൾ ഇങ്ങനെ ജനങ്ങൾ പെരുമാറാൻ തുടങ്ങിയാൽ. പിന്നെ ഇപ്പം ഇന്നാളൊരു അച്ഛൻ മകളേനെ ഒരാൾ ചെയ്തതിന് അച്ഛൻ അയാളെ കൊന്നിട്ട് അതൊക്കെ ആ അച്ഛൻ പടുത്ത് മരിച്ചൂല. അതായത് ശ്രീധരൻ എന്ന് പറയുന്ന ആളോ. അതുമാതിരി ഓരോരുത്തരുടെ മക്കളെ ചെയ്യുമ്പോൾ അവരവർ നിയമം നടപ്പാക്കുക. അതാണ് ഇനി വേണ്ടത്. അങ്ങോട്ട് കൊല്ലുക അതേമാതിരി തന്നെ. അല്ലാതെ കണ്ട് എന്താ അതൊക്കെ. ജയിലിൽ നിന്ന് ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ പോത്തുമാതിരി വളർന്നിട്ട് പിന്നെയും വന്നിട്ട് തിന്നു കൊഴുത്തിട്ട് അവൻ പിന്നെയും ഓരോരോ ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി നടക്കുക അവൻ. അവർക്ക് ജയിലിൽ നല്ല ഭക്ഷണവും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ, പുറത്തിറങ്ങി അവർക്ക് എന്താ വീണ്ടും ചെയ്യാൻ പാടില്ലാത്തത് എന്താ? നിയമത്തെ പോലും പേടിയില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ മനുഷ്യമൃഗങ്ങളുടെ പോക്ക്. എന്താ ഈ കുഞ്ഞു മക്കളെയൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്തെന്ന് പറയുക അതിനൊക്കെ? നമുക്കൊക്കെ നാണക്കേടാവുക. സമൂഹത്തിന് തന്നെ നാണക്കേട് അങ്ങനത്തെ ആൾക്കാർ. ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള മാതിരി ഇവരേനെയൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം, അതാ വേണ്ടത്. പിന്നെ ഒരുത്തനെ അത് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവരുത്. അങ്ങനെ ചെയ്യാമെന്നവന് മനസ്സിൽ പോലും തോന്നാൻ പാടില്ല. അങ്ങനെയുള്ള ശിക്ഷ കൊടുക്കണം. ഇപ്പോൾ സൗദിയിലൊക്കെ ഓരോരോ ശിക്ഷകൾ വരുന്നത് കണ്ടില്ലേ? അതുമാതിരിയുള്ള ശിക്ഷകൾ. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, ആരായാലും ശിക്ഷിക്കപ്പെടണ്ടേ തെറ്റ് ചെയ്ത ആൾ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ തോന്നുന്നില്ലേ? എവിടെ ചെല്ലണം? ഒരു പച്ച മനുഷ്യനെ ഒരു കടയിലിട്ടൊക്കെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ശരീരത്തിൽ ചെറിയൊരു പൊള്ളൽ പോലും വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ നമ്മളതിനെ തരണം ചെയ്യണമെന്ന് നമുക്കറിയാലോ. എന്തോരം വേദനയും നീറലും എല്ലാം കൂടിയിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം. അപ്പോൾ ഒരു ശരീരം മൊത്തം തിന്നറൊഴിച്ച് തീ കൊളുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരാവട്ടെ, ജീവൻ എല്ലാവരുടെയും ഒരേമാതിരി തന്നെ, ആണിൻ്റെയും പെണ്ണിൻ്റെയും വയസ്സായവരുടെയും എല്ലാവരുടെയും. അങ്ങനെയൊക്കെ കൊളുത്തിയിട്ട് ഇവനൊക്കെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല. ഇവനെയൊക്കെ ജീവിക്കാൻ അനുവദിക്കാൻ പാടുമോ? ഇവൻ ഇന്ന് ഈ ശിക്ഷ കഴിഞ്ഞാൽ അവൻ നാളെ വേറൊരാളെ ചെയ്യില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ജനങ്ങൾ ശിക്ഷിക്കുക അതാ വേണ്ടത്. ഓരോരുത്തരും പ്രതികരണശേഷി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. പ്രതികരണശേഷി വേണം മനുഷ്യന്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, ആരായാലും. ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യവും സങ്കടവും സമൂഹത്തിൽ ഒരു നാണക്കേട് മാതിരിയാണ് മനുഷ്യന്മാർക്ക്.
പറയാണ്ടിരിക്കാൻ തോന്നണില്ല, അതുകൊണ്ട് വന്നതാട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാവുമെന്നാണ് ഞാൻ വിചാരിക്കണത്. എല്ലാവർക്കും മനസ്സിൽ ഈ വക എന്താ ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ. അത്രയ്ക്കും ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത്. വീഡിയോ ഇഷ്ടമായാലെന്നല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നല്ല ഞാൻ പറയുന്നത്. പ്രതികരിക്കുക, ജനങ്ങൾ പ്രതികരിക്കുക. എന്ത് കണ്ടാലും ചീത്ത കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിച്ച് അപ്പോൾ തന്നെ അതിനുള്ള കൊടുക്കുക. അല്ലാതെ കണ്ട് ഞാൻ ഇതിന് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണമെന്ന് പറയണേക്കാട്ടിലും കൂടുതൽ എനിക്ക് പറയാൻ തോന്നണത് അതാ. നല്ലൊരു സമൂഹത്തിനെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് നല്ലൊരു സമൂഹം പേടി കൂടാണ്ട് ജീവിക്കാൻ, നമ്മളുടെയൊക്കെ മക്കൾക്ക് ജീവിക്കാൻ കഴിയണ്ടേ? അപ്പം നമ്മളൊക്കെ പ്രതികരിച്ചേ പറ്റൂ. പ്രതികരിക്കേണ്ടടുത്ത് നമ്മളൊക്കെ പ്രതികരിച്ച് നിൽക്കണം. എങ്കിൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഓക്കെ, ശരി. ഇത്രയും പറയണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നു. ഓക്കെ.